വലിയ സന്തോഷ പ്രകടനമാണ് ഇപ്പോൾ BJP ആസ്ഥാനത്ത് നടക്കുന്നത്. 7:45 രാത്രിയിൽ പ്രധാനമന്ത്രി വിക്ടറി സ്പീച്ച് നടത്താൻ BJP ആസ്ഥാനത്ത് എത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ വലിയൊരു വിജയമാണ് BJP ഡൽഹിയിൽ നേടിയിരിക്കുന്നത്. 48 സീറ്റുകളിലാണ് BJP എത്തിയിരിക്കുന്നത്. 22 സീറ്റുകളിൽ മാത്രം ഒതുങ്ങി ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആപ്പിന്റെ കഥ എന്താവും? ആ പാർട്ടിയുടെ നിലനിൽപ്പ് ഒരു ചോദ്യചിഹ്നമാവുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട സ്ഥാപകരൊക്കെ തോറ്റിരിക്കുകയാണ്. ഇനി ഗോപാൽ റായ് മാത്രമേ ഒരു സ്ഥാപക നേതാവായി ജയിച്ചു വന്നതിനുള്ളൂ. സൗരവ് ഭരദ്വാജ്, സോംനാഥ് ഭാരതി ഉൾപ്പെടെ തോറ്റിരിക്കുകയാണ്. സത്യേന്ദ്ര ജെയിൻ തോറ്റു. അതിഷി അതിലേക്ക് പിന്നീട് വന്ന ഒരു നേതാവാണ്. അപ്പോൾ ഇനി ആ പാർട്ടിയെ നിയമസഭയിൽ അതിഷിയോ ഗോപാൽ റായോ നയിക്കുമായിരിക്കും. പക്ഷേ അതൊന്നുമല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ആ പാർട്ടിക്ക് എങ്ങനെ ഇനി നിലനിൽക്കാൻ കഴിയും? ഒരു അയഞ്ഞ ഘടനയുള്ള ഒരു പാർട്ടിയാണ്. ഒരു ആൾക്കൂട്ടം അതിനെ കെജ്രിവാൾ ചേർത്ത് നിർത്തി കൊണ്ടുപോയതാണ്. അധികാരമില്ലാതെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയില്ലാതെ ആ പാർട്ടിക്ക് എങ്ങനെ നിലനിൽക്കാൻ കഴിയുമെന്ന വലിയൊരു ചോദ്യമുണ്ട്. BJPയെ സംബന്ധിച്ച് 2.5 പതിറ്റാണ്ടിന് ശേഷം 27 വർഷത്തിന് ശേഷം ഡൽഹിയിലേക്ക് അധികാരത്തിൽ തിരികെ എത്തുകയാണ്. അത് ചെറുതല്ലാത്ത ആത്മവിശ്വാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കൂട്ടുകക്ഷി ഭരണത്തിന്റെ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ഈ വിജയം ഡൽഹിയിൽ BJPക്ക് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നൽകിയതുപോലുള്ള ഊർജ്ജം നൽകുമെന്നതിലും തർക്കമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ ക്ഷീണമാണ്. അവർക്ക് പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ സീറ്റ് നിലയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ വോട്ട് ശതമാനം കൂട്ടാൻ കഴിഞ്ഞേക്കും. ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ സമ്മർദ്ദം, ചോദ്യങ്ങളൊക്കെ കോൺഗ്രസിന് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് നേരിടേണ്ടി വരികയും ചെയ്യും. പ്രിയങ്ക ഗാന്ധി പറയുകയാണ് ഡൽഹിയിലെ ബലം കോൺഗ്രസിന് പാഠമാണ് എന്ന് തന്നെ പറയുകയാണ്. എസ് കെ ഇവിടെ ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ഒരു സമരക്കാരനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭരിക്കുമ്പോൾ പോലും സമരത്തിലേക്ക് പോരാളിയാണ്. ഭരിക്കുന്ന സമയത്ത് പോലും കേന്ദ്രത്തിന്റെ സമരത്തിൽ ഇറങ്ങുകയും അവിടെ സമരം ഇരിക്കുകയും നിരാഹാരം ഇരിക്കുകയും ഒക്കെ ചെയ്ത് നിരന്തരം സമരത്തിന്റെ ആളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷത്തേക്ക് എത്തുകയാണെങ്കിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ അസ്തിത്വം ഇല്ലാതായി പോകും, അതങ്ങ് അപ്രത്യക്ഷമാകുമെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായ ആപ്പിനെ അടുത്തറിയാവുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കം മുതൽ കണ്ട ആളെന്നുള്ള നിലയ്ക്ക് അങ്ങനെ അതില്ലാതായി പോകുന്ന ഒരു പാർട്ടിയല്ല ആം ആദ്മി പാർട്ടി. അവർക്ക് ഡൽഹിയിൽ വേരുകളുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തുകൊണ്ട് അങ്ങ് അപ്രത്യക്ഷമായി പോകുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. വീണ്ടും അവർ സമരത്തിന്റെ വഴിയിലേക്ക് വരും. സമരത്തിന്റെ വഴിയിൽ ഈ പറയുന്ന സമര വഴിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകും. ഈ പറയുന്ന പഞ്ചാബിലടക്കം ഭരണമുണ്ട് എന്ന് നിലയ്ക്ക് വേണം അതിനെ കാണാൻ. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ അരവിന്ദ് കെജ്രിവാളോ അല്ലെങ്കിൽ ഇല്ലാതെ പോകുന്ന പാർട്ടിയാണോ? BJP 47 ഇടത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ആം ആദ്മി പാർട്ടി 23. 47-23 ചെറിയൊരു മാറ്റം. ഒന്നുകൂടെ നമുക്ക് മൊത്തത്തിലുള്ള ടാലി ഒന്ന് വായിച്ചാലോ? എസ്കേൻ വായിക്കാം. ആകെ സീറ്റ് ഡൽഹിയിൽ 70. കേവല ഭൂരിപക്ഷം വേണ്ടത് 36. ആം ആദ്മി പാർട്ടി 23, BJP 47, കോൺഗ്രസ് ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ 27 പറഞ്ഞ അവസാനം കാര്യം പറഞ്ഞപ്പോൾ നമുക്കുള്ളിൽ വിഷമമുണ്ട്. എപ്പോഴും നമ്മൾ ഒന്നുമില്ലാത്തവരുടെ കൂടെയാണ്. വിഷമം വേണ്ടത് ആ ഒന്നുമില്ലാത്ത ആളുകൾക്കാണ്. അവർക്ക് ആ വിഷമം ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചോദ്യം. അതാണ് പ്രശ്നം. അവർക്ക് വിഷമം കാണും. വിഷമം കാണും. അവർക്ക് എന്തായാലും വിഷമം കാണും. അപ്പൊ കോൺഗ്രസിനൊക്കെ വലിയ തിരിച്ചടിയാണ് ഡൽഹി കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒന്നിച്ച് പോരാടേണ്ടതിന് പകരം ഒറ്റയ്ക്ക് പോരാടി അല്ലെ പോരാട്ടത്തിന്റെ കൈപ്പിനീര് അറിഞ്ഞു. പ്രിയങ്ക ഗാന്ധി വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അറിയോ? ജനങ്ങളിലെ ഡൽഹിയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചു. അതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചത് എന്നുകൂടി പറയാണ്. ആ മാറ്റത്തിന്റെ പട്ടികയിലേക്ക് അതിലേക്ക് കോൺഗ്രസിനെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായി ഡൽഹിയിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല, കണക്കിലെടുത്തിട്ടില്ല എന്നത് എന്തുകൊണ്ടാണെന്ന് പ്രിയങ്ക ഗാന്ധി കൂടി ആലോചിക്കണം. അവരവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ ആളാണ് എന്നതും പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഡൽഹിയുടെ രാഷ്ട്രീയ ചിത്രം ഇതാണ്. BJP 27 വർഷത്തിന് ശേഷം 2.5 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു. പർവേസ് സാഹിബ് വർമ്മയായിരിക്കാം ഒരുപക്ഷെ BJPയുടെ മുഖ്യമന്ത്രിയാവുക. ജയന്റ് കില്ലർ എന്ന് അരവിന്ദ് കെജ്രിവാളിനെ ന്യൂഡൽഹി എന്ന പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ ഷീലാ ദീക്ഷിതിന് 25,000-ൽ പരം വോട്ടിന് കെജ്രിവാൾ തോൽപ്പിച്ച അതേ മണ്ഡലത്തിൽ കെജ്രിവാളിനെ മലർത്തി അടിച്ച് അധികാരത്തിലേക്ക് BJPയെ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ജയന്റ് കില്ലർ പർവേസ് സാഹിബ് വർമ്മ മുഖ്യമന്ത്രിയായേക്കും, ഉറപ്പില്ല. അദ്ദേഹം അല്പസമയത്തിനകം അമിത്ഷായെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലെയിം രമേശ് ബിദൂരിയ തോൽക്കുക കൂടി ചെയ്തതോടെ സ്വാഭാവികമായും ആദ്യത്തെ ചോയ്സ് അദ്ദേഹം തന്നെയായിരിക്കും. BJP നേതൃത്വം തീരുമാനമെടുക്കും. വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വിക്ടറി സ്പീച്ച് ഹരിയാനയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ശേഷം ഡൽഹി വിജയത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ BJPയുടെ കേന്ദ്ര ആസ്ഥാനത്തേക്ക് 7:30 എത്തുന്നുണ്ട്. അവിടെ വലിയ സ്വീകരണമൊക്കെ ഉണ്ടാകും. അവിടെ അദ്ദേഹം എന്തു പറയുന്നു എന്നതുകൂടി നോക്കേണ്ടതുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലും നിർണായകമാണ് ഡൽഹി ഇലക്ഷൻ ഫലം. BJPയുടെ ആ നിലയ്ക്കുള്ള തിരിച്ചുവരും. ആപ്പ് 23, BJP 47, കോൺഗ്രസ് ഒന്നുമില്ല, മറ്റുള്ളവർക്കൊന്നുമില്ല. 4 നൂറ്റാണ്ടിന് മുന്നേ 27 നീണ്ട 27 വർഷങ്ങൾക്ക് ശേഷം
BJP ഡൽഹി ഇന്ദ്രപ്രസ്ഥത്തിന്റെ അധികാരത്തിലേക്ക് വരുന്നു എന്നതാണ്. അവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ അടക്കം കണ്ണീര് വീണ തെരഞ്ഞെടുപ്പാണ്. അരവിന്ദ് കെജ്രിവാൾ അടക്കം വീണ തെരഞ്ഞെടുപ്പ്. അതിന് ആ അർത്ഥത്തിൽ ചരിത്രപരമായ പ്രാധാന്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം പരാജയപ്പെട്ട് ആപ്പിന്റെ അതിഷിയും ഗോപാൽ റായും ഒഴിച്ച് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ BJP 47 സീറ്റുകളുമായി ഏതാണ്ട് അധികാരത്തിലേക്ക് വരുന്നു.